വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ നല്ല വെയിലൊക്കെ തെളിഞ്ഞ് നല്ല ഒരു ദിവസമാണ് ഇന്നിവിടെ. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തിൽ ഞാൻ കുറച്ച് മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുകയാണ്. ഈ ചോക്ലേറ്റ് കേക്ക് കഴിച്ച് പലരും ഇതിൻ്റെ റെസിപ്പി എന്നോട് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണെന്ന്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുവാണ്. ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ ബേസാണ് ഞാൻ ആദ്യം റെഡിയാക്കുന്നത്. അതിനുവേണ്ടി നമുക്കിവിടെ വേണ്ടത് 200 ഗ്രാം ബട്ടർ, 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ 150 ഗ്രാം നല്ല ഫൈൻ ആയിട്ടുള്ള പഞ്ചസാര വേണം. ഇച്ചിരി കട്ടിയുള്ള പഞ്ചസാരയാണെങ്കിൽ അത് നിങ്ങൾ മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ വേണം. പിന്നെ 5 മുട്ട. ഇനി ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ഈ ബട്ടറും പിന്നെ ചോക്ലേറ്റും കൂടെ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഇത് ചെറിയ തീയിൽ വെച്ച് വേണം ഉരുക്കാനായിട്ട്. അടിയിൽ കരിഞ്ഞു പിടിക്കാൻ പാടില്ല. അതുപോലെ പാത്രം ഒരുപാട് ചൂടാവുന്നതിന് മുമ്പ് വേണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഈ ചോക്ലേറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കോൺസെൻട്രേഷനൊക്കെ കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പിള്ളേരൊക്കെ അവർക്ക് പരീക്ഷയുള്ള ദിവസമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചോക്ലേറ്റ് ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഒരു കോൺസെൻട്രേഷനൊക്കെ കിട്ടി അവർക്ക് പരീക്ഷയൊക്കെ നല്ലപോലെ എഴുതാൻ പറ്റും. പിന്നെ പ്രായമായവർക്കും ഈ ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ്. അതിനധികം മധുരമില്ല. ചെറിയ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ചെറിയൊരു പീസ് ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് കാണാം ഇത് ചോക്ലേറ്റും ബട്ടറും കൂടെ ഉരുകി നല്ലതുപോലെ ഉരുകി ചേർന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുവാണ്. ഇനി ഇത് നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ അത് ശരിയാകുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കേക്കിൻ്റെ ഫോമുകൾ പരിചയപ്പെടുത്തി തരാം. അതായത് ഞാൻ ഇവിടെ എടുത്ത് ഇത് 28 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു കേക്കിൻ്റെ ഫോമാണ്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫോം ഇവിടെ കിട്ടും. എനിക്കറിയത്തില്ല അത് നാട്ടിലൊക്കെ കിട്ടുമോ എന്ന്. ഇതെല്ലാം ആകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ ഇതിൻ്റെ ബേസ് തയ്യാറാക്കുമ്പോൾ ഇവിടെ ഒരു ഇച്ചിരി ഭാഗം കുഴിവുണ്ടായിരിക്കും ആ ബേസിന്. ആ ഒരു രീതിയിലാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കുഴിവുള്ളതിനകത്ത് വേണം നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം ഇതവിടെ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ സാധാരണ ഫോമിനകത്ത് ഉണ്ടാക്കിയിട്ട് അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റും ബട്ടറും കൂടെ ഉരുക്കിയത് ഇപ്പം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ നമുക്ക് കുഴച്ചെടുക്കേണ്ട പാത്രത്തിനകത്തോട്ട് ഒഴിച്ചെടുക്കുവാണ്. ഇനി അതിനകത്തോട്ട് ഞാൻ ഷുഗർ ഇട്ട് കൊടുക്കുവാണ്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് ഞാനിപ്പോൾ 1 മിനിറ്റോളം അടിച്ചെടുത്തു. ഇനി ഞാൻ ചെയ്യുന്നത് ഓരോ മുട്ട ഇതിനകത്തോട്ട് ഉടച്ചൊഴിച്ചുകൊണ്ട് അത് 2 മിനിറ്റ് വീതം അടിച്ചെടുക്കുവാണ്. ഇനി ഞാൻ അതിനകത്തോട്ട് ചെറുതായിട്ട് ഈ മൈദ തൂളി കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബേസിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ അതിശയിക്കുന്നുണ്ടായിരിക്കും ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ടില്ലല്ലോ എന്ന്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും ഇടാത്ത ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ബേക്കിംഗ് പൗഡറും വേണ്ട, വാനില എസൻസും വേണ്ട, ഒന്നും വേണ്ട. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓവൻ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് ചൂടാക്കാൻ വെക്കുവാണ്. ഇത് നമ്മൾ 160 ഡിഗ്രി സെൽഷ്യസിൽ 30 തുടങ്ങി 35 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ കേക്കിൻ്റെ ഈ ഫോം റെഡിയാക്കി എടുക്കുവാണ്. ഗ്രീസ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുവാണ്.
വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് നിരത്തി കൊടുത്തു. ഇത് ഒത്തിരി അങ്ങനെ കട്ടിയുള്ള കേക്കല്ല, നമുക്ക് ചെറുതായിട്ട് ഒരുപാട് ഇതിങ്ങനെ പൊങ്ങി വരത്തില്ല. ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ അത് അധികം പൊങ്ങുന്ന ഒരു ടൈപ്പ് കേക്കല്ല. പക്ഷേ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ഇത് മറ്റു കേക്കുകളെക്കാട്ടിലും ഹെൽത്തിയാണ്. ഇത് ഹെൽത്തി ആണെന്ന് പറയാൻ കാരണം ഇതൊരു ലോ കാർബോഹൈഡ്രേറ്റ് കേക്ക് ആയതുകൊണ്ടാണ്. ഇതിനകത്ത് മൈദയൊക്കെ കുറവല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഞാനിത് ഓവനകത്തോട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തു. ഇനി ഇതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ കുത്തി നോക്കുവാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിയിലെടുക്കാം. ഈ കേക്ക് ഞാനിപ്പോൾ ഈ ഫോമിനകത്തുനിന്ന് മാറ്റിയെടുക്കുവാണ്. ഇനി ഞാൻ ഇങ്ങനെ ഒരു ഫ്രെയിം ഇതിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കുവാണ്. ഞാൻ ഇതിനകത്ത് ഇടുന്ന ഫില്ല് ചെയ്യുന്ന പുഡിങ്ങും ഫ്രൂട്ട്സും ഒക്കെ അത് അതിൻ്റെ സൈഡിൽ കൂടെ ഒലിച്ച് പോകാതിരിക്കാനാണ്. ഇത് വേണമെന്ന് നിർബന്ധമില്ല, മറ്റേ ഫോമിൻ്റെ ഫ്രെയിം തന്നെ ആണെങ്കിലും മതിയാവും. അത് നല്ലതുപോലെ ഫിക്സ് ചെയ്തിരിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഈ കേക്കിൻ്റെ മുകളിൽ ആദ്യമേ പുഡിങ് വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ ഉപയോഗിക്കാം പുഡിങ് ഉണ്ടാക്കാൻ. അത് അതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിലെങ്ങനെയാണ് കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ പുഡിങ് ഉണ്ടാക്കാവുന്ന ഞാനൊരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ പറയുന്ന രീതിയിൽ ആ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. പുഡിങ് റെഡി ആകുമ്പം ചൂടോടുകൂടി തന്നെ അത് ആ കേക്കിൻ്റെ മുകളിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് നിരത്തിയെടുക്കുകയാണ്. ഏറ്റവും മുകളിലത്തെ ലെയറിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയാണ്. അത് ഷുഗർ സിറപ്പിലിട്ട് വെച്ചിരിക്കുന്ന ചെറിയാണ്. ഇനി അത് കിട്ടാനില്ലാത്തവർക്ക് ഒന്നെങ്കിൽ സ്ട്രോബെറി അല്ലെങ്കിൽ ബ്ലൂബെറി, അതും അല്ലെങ്കിൽ വേണമെങ്കിൽ മാംഗോ അല്ലെങ്കിൽ പൈനാപ്പിൾ, ഇവയെല്ലാം യൂസ് ചെയ്യാവുന്ന ഫ്രൂട്ട്സാണ്. അതും ഷുഗർ സിറപ്പിലിട്ട് വെക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും. ഞാൻ അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചാണ്. പിന്നെ അത് കലക്കാനായിട്ട് ആവശ്യമായിട്ട് ഞാൻ 200 ml വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും, പിന്നെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിരിക്കുന്ന 350 ഗ്രാം ചെറിയും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ഈ വെള്ളത്തിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ സ്റ്റാർച്ച് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് വേറൊരു പാത്രത്തിനകത്തോട്ട് ഇതിൻ്റെ അകത്തെ ഷുഗർ സിറപ്പ് മാറ്റിയെടുക്കുക. ഇങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ ഊറ്റിയെടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് സ്റ്റാർച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ടയായി പോവും. ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മധുരം ഒന്ന് നോക്കണം. മധുരം ഒരല്പം കൂടി ആവശ്യമുണ്ട്. അതിന് ഇച്ചിരി ഒരു പുളിയുള്ളതായതുകൊണ്ട് ഇച്ചിരി മധുരം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ബാക്കി ചെറി, ആ ഗ്ലാസ്സിനകത്തുള്ള ചെറി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടുപ്പത്തൊന്ന് മാറ്റി വെക്കണം. അത് ഉടനെ തന്നെ ഇനി ആ പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ലതുപോലെ തണുത്ത ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിലുള്ളതൊക്കെ നല്ലതുപോലെ ഉറച്ചു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സൈഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ പുറത്തെ ഫ്രെയിം ഒന്ന് ഊരിയെടുക്കാൻ പോവാണ്. അതെടുത്തിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നാളത്തേക്കൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അത് അങ്ങനെ കഴിച്ചാലേ ഉള്ളൂ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ.
അങ്ങനെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് ഈ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇതിപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.